എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇന്നൊരു ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ടാണ് ബാക്കിയുള്ള പണിയിലേക്ക് അങ്ങ് കടക്കുക. അങ്ങനെ ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചണിലോട്ട് അങ്ങ് കയറണം. മോന് ഉച്ചയ്ക്കിലാണ് എക്സാം. അപ്പോൾ അവനോട് ഞാൻ പഠിച്ചോ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പതുക്കെ കിച്ചണിലേക്ക് കയറി കേട്ടോ. പിന്നെ അപ്പവും തേങ്ങാപ്പാലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നല്ല വെളുത്ത അപ്പം അങ്ങ് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മളതിന് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നല്ല ചൂടല്ലേ, അപ്പോൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അതാണിന്ന് തേങ്ങാപ്പാലാണ് നമ്മളിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ പാലൊക്കെ എടുത്ത് സെറ്റാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. കണ്ടോ, കരിഞ്ഞ്. ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ കരിയാൻ നിൽക്കുകയാണ് ആപ്പൊക്കെ. പിന്നെ എന്താ ചെയ്യുക? ഇനി നമ്മൾ അരി ഇടുകയാണ്. അപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത് കേട്ടോ ചോറൊക്കെ. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ അരി അങ്ങ് വെള്ളത്തോട്ട് അങ്ങ് ഇട്ട് ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ അല്ലേ. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇത് മോർണിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങളിത് കാണുന്ന ഏത് സമയത്താണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് അവിടെ കിടന്ന് തിളച്ചങ്ങ് വേവട്ടെ കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു സിങ്കിൽ, അതൊക്കെ ഞാൻ കഴുകി എടുക്കുകയാണ്. ഇനി നമുക്ക് വേഗം പണിയൊക്കെ തീർത്തങ്ങ് മിണ്ടാതിരിക്കാമല്ലോ. ഇന്ന് പുറത്തൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. സുൽഫിക്ക പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴേക്കും വേഗം പണി തീർക്കാമെന്ന് വിചാരിച്ച്. സുൽഫിക്ക പുറത്ത് പോകാമെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ വേഗം പണി തീർക്കണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പയറുപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് ഈ പയർ കിട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയിൽ കിട്ടുന്നതുകൊണ്ട് നമ്മളത് കവറിലിട്ട് അങ്ങ് സൂക്ഷിച്ച് വെക്കും. കണ്ടോ, ഇപ്പോഴും നല്ല സുന്ദരി പയറുമണിയായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. പിന്നെ ഇതിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അങ്ങ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അങ്ങ് കട്ട് ചെയ്ത് പിന്നെ നോക്കുന്നത് സുൽഫിക്ക് അവിടെ ചുമ്മാ ഇരിക്കുന്നു. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ മുറ്റമടിക്കാൻ വേണ്ടി പോവുകയാണ്. മുറ്റമൊന്നും അടിച്ച് വാരിയിട്ടില്ല, സമയം ഒത്തിരിയായി. അപ്പം വേഗം മുറ്റമൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് അങ്ങ് വന്നു കേട്ടോ. അപ്പം അതൊക്കെ വേഗം അടിച്ച് വൃത്തിയാക്കി. പിന്നെ നമുക്കിനി ബാക്കി ഇത് കഴിയുമ്പോഴേക്കും അവിടെ പയറൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് ഉപ്പേരിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതാക്കണ്ട മുറിച്ച് സെറ്റാക്കി അങ്ങ് തന്നിട്ടുണ്ട്. ചോറ് അടുപ്പിൽ വേവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അതിലേക്ക് വേണ്ട ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഉപ്പേരി റെഡിയാക്കി എടുക്കണ്ടേ അതിനായിട്ട്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താണ്? ഞാൻ ആപ്പവും തേങ്ങാപ്പാലുമാണ് എടുത്തത്. നിങ്ങളുടെ എന്താണ്? അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ സെറ്റാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ അങ്ങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എണ്ണ ചട്ടിയിൽ ഒഴിച്ചു കേട്ടോ. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. ആക്രാന്തം മൂത്ത് വേഗം അങ്ങ് കടുകിട്ട് എണ്ണ ചൂടായിട്ടില്ല. അതുകൊണ്ട് കടുക് പൊട്ടിയില്ല കേട്ടോ. അപ്പോൾ അത്രയും നേരം അങ്ങ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട്, കറിവേപ്പില അങ്ങ് ഇട്ട്. അപ്പോൾ അതിനിടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലത്തെ വെള്ളമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളെയൊക്കെ നമുക്ക് സ്റ്റാൻഡിലോട്ട് അടുക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത്രയും വേഗം പണിയൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഇടയിലൊന്ന് ഇതാക്കിയിട്ടുണ്ട്. നല്ല ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്ന്, അപ്പോൾ നമുക്ക് ആ പച്ചമുളക് അങ്ങ് കീറിയിടാം. അപ്പോൾ മുളകൊക്കെ കീറി അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി എന്ന് പറയാൻ ഒഴിച്ച് കറിയൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. മോര്, തൈര് അതൊക്കെ ആയിരിക്കും, ചൂടല്ലേ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ കുറച്ചൊക്കെ ഉപയോഗിക്കുള്ളൂ. നല്ല ഒഴിച്ച് കറി എന്ന് പറയാനുള്ള കറികളൊന്നും നമ്മൾ അങ്ങനെ വെക്കില്ല. പിന്നെ മീൻ പൊരിച്ചതോ ഉപ്പേരി, മോര് കറി ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറിനെയൊക്കെ വാരി അങ്ങ് അതിലോട്ടിടാം കേട്ടോ. അപ്പോൾ പയറൊക്കെ നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കത് വാർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാം. ചോറൊക്കെ വാർത്ത് ഇനി നമുക്ക് എക്സ്ട്രാ ഒരു കറിയും കൂടി വേണ്ടേ. അപ്പോൾ അവിടെ മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒത്തിരി മാങ്ങയുണ്ട്. അപ്പോൾ ആ താത്ത നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ നല്ല ഉപ്പും മുളകും എല്ലാം ഇട്ട് നമ്മൾ ഉപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ. അപ്പോൾ ബാക്കി 1-2 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഒരു ചമ്മന്തി അങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങയും മാങ്ങയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഒരു ചമ്മന്തി സെറ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ.
അതൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഒരു മുളകൊക്കെ അങ്ങ് കീറിയിട്ട് നമുക്ക് ചമ്മന്തി അങ്ങ് അരച്ചെടുക്കാം. കണ്ടോ, 2 ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു തണ്ട് കറിവേപ്പില എല്ലാം ആയിട്ട് ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത്തരം ചമ്മന്തികളൊക്കെ? എനിക്ക് അച്ചാർ ഇഷ്ടമല്ല, അത് ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ചമ്മന്തി ആണെങ്കിലും കഴിക്കും. അച്ചാറിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ മോന് വന്ന് മാങ്ങ കണ്ടപ്പോൾ ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തല്ലേ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് മാങ്ങയൊക്കെ ഇട്ട് അവനക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഉള്ള പാത്രം കൂടി ഞാൻ കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ചോറായി, കറിയായി, മോര് അവിടെ ഉണ്ട്, ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. അപ്പോൾ ആ പണിയും കൂടി നമ്മുടെ കഴിഞ്ഞ്. അപ്പോൾ അടുക്കളയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കേട്ടോ. നമുക്ക് അടിച്ച് വാരൽ തുടയ്ക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി നമുക്ക് മോയ്സ്ചറൈസറൊക്കെ ഒന്ന് തേക്കണ്ടേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇടാൻ പോവാണ്. അതിന് മുന്നായിട്ട് കൺമഷി മസ്റ്റ്, കൺമഷി ഇടണം കേട്ടോ. കൺമഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല എരിയും അങ്ങ്. അപ്പോൾ ഞാനത് കണ്ണിനകത്താവാതെ ഇടാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷെ പറ്റില്ല, അതെന്തെന്നെ ആയാലും അത് അങ്ങ് എരിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലീലാവിലാസങ്ങളാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണാടിയിൽ പോയിട്ട് അങ്ങ് കരയാണ് ഞാൻ. കണ്ണിൽ കൺമഷി വെട്ടില്ലേ, അങ്ങ് കരയുക. എൻ്റെ കരച്ചിൽ ഞാൻ തന്നെ അങ്ങ് അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് മുഖത്ത് കണ്ടോ, മാമാ എർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. എപ്പോഴും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുത്ത് ഞാനങ്ങ് മുഖത്ത് വാരി അങ്ങ് തേക്കുകയാണ്. ഇതാണ് നമ്മൾ എന്ന് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതിൻ്റെ മീതെ ഒരു കുറച്ച് പൗഡർ അങ്ങ് ഇടും, ഒരു ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്. ഇതാണ് എൻ്റെ എന്നുള്ള മേക്കപ്പ് കേട്ടോ. പിന്നെ ഇത്തിരി നന്നായിട്ടങ്ങ് നമ്മൾ ഇടും കേട്ടോ, എവിടേക്ക് പോകുമ്പോൾ, കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ. ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം ഇത് ലിപ് ബാമാണ് കേട്ടോ. ഈ ലിപ് ബാമും കൂടി അങ്ങ് തേച്ച് അങ്ങ് സുന്ദരിയായി. ഓക്കെ. അപ്പം ഇന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം വേഗം പണിയൊക്കെ തീർത്തത്. പക്ഷേ ഇത് കഴിഞ്ഞ് വെയിലൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോൾ പിന്നെ പോകാനുള്ള ഒരു മടി തോന്നി, പിന്നെ പോയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗിലെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ.